viewers, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വരുന്ന LDC LD ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷനാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലാഭവും നഷ്ടവും, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ലാസ്റ്റ് ലാപ്പ്, അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്, പഠിക്കാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ, ലാഭവും നഷ്ടവും. അപ്പോൾ ഏതൊരു PSC എക്സാം എടുത്തിരുന്നാലും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ പോർഷനകത്ത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ് എന്നുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാനായിട്ട് ഇപ്പോൾ ഒന്നും അറിയത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റി അതിൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവും ഇല്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ പോലും ഇനി പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിക്കേ, നമ്മളൊരു സാധനം മേടിക്കുക, ഞാനൊരു പേന മേടിച്ചു, ഒരു പേന വാങ്ങി കേട്ടോ. അപ്പോൾ പേനയുടെ വാങ്ങിയ വില ഇപ്പോൾ 10 രൂപ എന്നിരിക്കട്ടെ, 10 രൂപ കൊടുത്ത് ഞാനൊരു പേന മേടിച്ചു. അപ്പോൾ വാങ്ങിയ വില. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ഓക്കെ, വാങ്ങിയ വില എത്രയാണ്? 10 രൂപയാണ്. എന്നിട്ട് ഞാനത് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അങ്ങനെ വിറ്റ വില എന്ന് പറയുന്നത് 10 രൂപയുടെ പേന ഞാൻ 20 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എത്ര രൂപയായിരിക്കും ലാഭം കിട്ടുക? 10 രൂപയ്ക്ക് വാങ്ങിയ പേന 20 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കും എനിക്ക് 10 രൂപ ലാഭമാണ് അല്ലേ? അപ്പോൾ 10 രൂപ ലാഭമാണ്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? ലാഭം എന്ന് പറയുന്നത് വിറ്റ വിലയായിട്ടുള്ള 20-ൽ നിന്ന് വാങ്ങിയ വിലയായിട്ടുള്ള 10 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 10 രൂപ കിട്ടുന്നു. ഈ 10 രൂപയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം തന്നെ ഞാൻ 10 രൂപയ്ക്ക് വാങ്ങുന്നു, പക്ഷെ ഞാൻ വിൽക്കുന്നത് 8 രൂപയ്ക്കാന്നിരിക്കട്ടെ. 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 8 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? ഓഫ് കോഴ്സ് എനിക്ക് എന്താണ്? നഷ്ടമാണ് അല്ലേ, എനിക്ക് ലോസ് ആണ്. എത്ര രൂപയുടെ നഷ്ടമുണ്ട്? എനിക്ക് 2 രൂപ എനിക്ക് നഷ്ടമാണ്. കാരണം 10 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു സാധനം 8 രൂപയ്ക്ക് ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് 2 രൂപ അവിടെ നഷ്ടമാകുകയാണ്. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 10 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 2 രൂപ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? നഷ്ടമാണ്. എന്താണ്? നഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ എന്താണ് ലാഭം, എന്താണെന്ന് നഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ വിലയേക്കാളും വിറ്റ വില കൂടുതലാണെങ്കിൽ ലാഭവും, വാങ്ങിയ വിലയേക്കാൾ വിറ്റ വില കുറവാണെങ്കിൽ അത് നഷ്ടവുമാണ്. ഇനി നമുക്കിവിടെ വേണ്ടത് ലാഭശതമാനവും അതുപോലെ തന്നെ നഷ്ടശതമാനമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത് കേട്ടോ. ലാഭശതമാനം, നഷ്ടശതമാനം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. നോക്കിക്കേ, ലാഭശതമാനം. അപ്പോൾ LDക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളത്തിൽ പഠിക്കുക. LD ടൈപ്പിസ്റ്റിന് ഇംഗ്ലീഷിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ലാഭശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രോഫിറ്റ്. ലാഭശതമാനം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രോഫിറ്റാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. പ്രോഫിറ്റ് എന്തിനെ അപേക്ഷിച്ച്? എപ്പോഴും നമ്മൾ എന്താണ്, ലാഭമായിക്കോട്ടെ അല്ലെങ്കിൽ നഷ്ടമായിക്കോട്ടെ, എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ പറയുക? വാങ്ങിയ വിലേനെ ആശ്രയിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ വാങ്ങിയത് 10 രൂപയാണ്, എനിക്ക് ലാഭം കിട്ടിയത് 2 രൂപയാണ്, അങ്ങനെയല്ലേ പറയുക? ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് 10 രൂപയാണ് കിട്ടിയത്, എന്നാൽ എനിക്ക് നഷ്ടം 2 രൂപയാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്തിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ലാഭവും നഷ്ടവും പറയുന്നത്? വാങ്ങിയ വില അപേക്ഷിച്ചിട്ടാണ് കേട്ടോ. വാങ്ങിയ വിലയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്, CP അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്. വിറ്റ വിലയെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്, SP അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ, നമ്മൾ എന്തിനെ അപേക്ഷിച്ചിട്ടാണ് പറയുക? CPനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ എങ്കിൽ 100-ൽ എത്ര? അപ്പോൾ അതാണ് എന്ത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോസ്
പെർസെൻറ്റേജ് അല്ലെങ്കിൽ നഷ്ടശതമാനം എന്ന് പറയുന്നത് എന്താണ്? നഷ്ടം, ലോസ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മുടെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. എങ്കിൽ 100-ൽ എത്ര? ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നഷ്ടശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ബേസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യിപ്പിക്കുന്നത്. വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും ചോദിക്കാം. ഓക്കെ, നോക്കാം. നോക്കിക്കേ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സി പി എന്ന് പറയുന്നത്, അതായത് വാങ്ങിയ വില എന്ന് പറയുന്നത് 250 രൂപയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 290 ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, വാങ്ങിയത് 250ഉം വിറ്റത് 290 രൂപയ്ക്കുമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര രൂപയാണ് ലാഭം വരുന്നത്. എത്രയാണ്? 290-ന് 250 കുറച്ച് എത്ര രൂപ എനിക്ക് അധികം ലാഭം കിട്ടുന്നുണ്ട്? 40 രൂപ ലാഭം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത്, താഴെ നിങ്ങൾ മലയാളത്തിലുള്ളൊരു മലയാളത്തിൽ ഫോളോ ചെയ്തോളൂ. ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാ? എനിക്ക് കിട്ടിയ ലാഭമായിട്ടുള്ള 40 രൂപ എന്തിനെ അപേക്ഷിച്ച്? വാങ്ങിയ വിലയെ അപേക്ഷിച്ച്. അപ്പോൾ ഞാൻ 250 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്, എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി? 40 രൂപ. അങ്ങനെയാണെങ്കിൽ 100-ൽ എത്ര? 100-ൽ എത്ര? ഇതാണല്ലോ ശതമാനം എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ വെട്ടിച്ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഈ 0 ടീച്ചർ വെട്ടി, ഈ 25ഉം 100ഉം നമുക്ക് വെട്ടാം അല്ലേ? 25 ഒരു തവണ, 100 25 എത്ര തവണ വരും? 4 × 25 എന്ത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ 100-നെ 25 കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 4 തവണ. 4 × 4 എത്രയാ? 4 × 4 16% എന്താണ് എനിക്ക്? പ്രോഫിറ്റാണ്. എന്താണ്? പ്രോഫിറ്റാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. വാങ്ങിയ വില 250ഉം വിറ്റ വില 200 ആണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് നഷ്ടമാണ് അല്ലേ? 250 രൂപയ്ക്ക് വാങ്ങിയ സാധനം 200 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അവിടെ 50 രൂപ നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? എൻ്റെ നഷ്ടമായിട്ടുള്ള 50 എന്തിനെ അപേക്ഷിച്ച്? വാങ്ങിയ വിലയെ അപേക്ഷിച്ച്. എങ്കിൽ 100-ൽ എത്ര? അതാണ് നമ്മുടെ നഷ്ടശതമാനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്തൂടെ? ഇതങ്ങ് വെട്ടാം. ഈ 0 ടീച്ചർ അങ്ങ് വെട്ടി. 25 ഒരു തവണ, 100 നമ്മൾ 25 കൊണ്ട് വെട്ടാണെന്നുണ്ടെങ്കിൽ 25 × 4 100 അല്ലേ? അപ്പോൾ ഇവിടെ 4. 5 × 4 എത്രയാ? 20. എത്രയാ? 20. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന നഷ്ടശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 20% എനിക്ക് നഷ്ടമാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. ബൈ സെല്ലിങ് an article for ₹100, a man gains ₹50. Then his gain percentage. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആർട്ടിക്കിൾ 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 15 രൂപ ലാഭം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ ലാഭശതമാനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കാണ് വെക്കുന്നത്? 100 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വിൽക്കുമ്പോൾ അയാൾക്ക് 15 രൂപ ലാഭം കിട്ടുന്നുവെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ലാഭശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, അതായത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എങ്കിൽ 100-ൽ എത്ര? 100. ഇതല്ലേ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അല്ലേ? വിറ്റ വില നമുക്ക് എത്രയുണ്ട്? ബൈ സെല്ലിംഗ് an article for 100 രൂപയ്ക്കാണ് വിറ്റത്. എനിക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് പറയുന്നുണ്ട്. എത്ര രൂപ ലാഭം കിട്ടി? ലാഭം എത്ര എന്ന് പറയുന്നുണ്ട്? 15 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഈ ലാഭം കിടപ്പുണ്ട്, പക്ഷെ കോസ്റ്റ് പ്രൈസ് ഉണ്ടോ? ഇല്ല. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 100 രൂപയ്ക്ക് വിറ്റപ്പോഴത്തേക്കുമാണ് എനിക്ക് എത്ര കിട്ടിയത് ലാഭം? 15 രൂപ ലാഭം കിട്ടിയത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും കുട്ടികളെ? 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 15 രൂപ ലാഭം കിട്ടിയെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 100 - 15 ആയിരിക്കും അല്ലേ? 100 - 15 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായി? 85 രൂപ. നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചേ. 85 രൂപയ്ക്ക് വാങ്ങിയ സാധനം
100 രൂപയ്ക്ക് വിറ്റപ്പോൾ 15 രൂപ ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ CP എത്രയാണ്? 85 രൂപയാണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭ ശതമാനം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആയിട്ടുള്ള 15 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ വാങ്ങിയ വില? 85 എങ്കിൽ 100-ൽ എത്ര? വെട്ടിച്ചെയ്യാലോ? വെട്ടിച്ചെയ്യാം. 5-ൽ 15 3 തവണ. ഓക്കെ, ഇവിടെ നമുക്ക് വെട്ടാം. 5-ൽ 8 ഒരു 5 5, ശിഷ്ടം 3 35, 5-ൽ 7 തവണ. കിട്ടിയില്ലേ? നമുക്ക് ബാക്കി എത്ര കിട്ടി? 300/17. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നമായിട്ടായിരിക്കും തരിക കേട്ടോ. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെച്ചോ, ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. 300/17 തരാൻ ചാൻസ് കുറവാണ്. നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം. 30 നോക്കിക്കേ. 17 ഒരു തവണ 17 അല്ലേ? ഒരു 17 2 17 എന്ന് പറയുന്നത് 34ആണ്. അപ്പോൾ ഒരു തവണ 17. ഇനി നോക്കിക്കേ, 0-ൽ നിന്ന് 7 പോകത്തില്ല. നമ്മളിവിടെ നിന്ന് കടം എടുക്കുകയാണ് 3-ൽ നിന്ന്. ഇപ്പോൾ 10 ആയി. 10 - 7 എത്രയാണ് കുട്ടികളെ? 3. ബാക്കി ഇവിടെ 2 ആയി അല്ലേ? ഒരെണ്ണം ഇപ്പുറത്തോട്ട് കടം എടുത്തപ്പോഴത്തേക്കും ബാക്കി 2 ആയി. 2 - 1 എത്രയാ? 2 - 1 എത്രയാ? 1. ഓക്കെ, അപ്പോൾ 13-ൽ പോകത്തില്ല. നമ്മൾ 130 എടുത്തു. ഓക്കെ, 130 എടുത്തേ. അപ്പോൾ 130 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയിൽ പോകും നമുക്ക് നോക്കാം. നമുക്കറിയാം 17 × 10 എന്ന് പറയുന്നത് എത്രയാ? 170. അപ്പോൾ 10-നേക്കാളും താഴത്തെ വിലയായിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 17 × 7 ചെയ്ത് നോക്കാവേ. 17 × 7 49, 4 ബാലൻസ് 7 4 11. ഇനി 17 × 8 ചെയ്തേ. 17 × 8 ചെയ്തേ. 7 8 56 5 ഇഷ്ടം 8 5 13 അപ്പോൾ 136 പോവും. സോ അത് വരത്തില്ല. ഇവിടെ 7 ആയിരിക്കും വരുന്നത്. 7 തവണ നമുക്ക് എത്ര കിട്ടി? 119 കിട്ടി. ശിഷ്ടം നമുക്ക് നോക്കാം. 0-ൽ നിന്ന് 9 പോകത്തില്ല. അപ്പം ഇങ്ങോട്ട് 3-ൽ നിന്ന് 1 കടമെടുക്കുക. 10 - 9 എത്രയാ? 10 - 9 1. ബാക്കി എത്ര വരും? 2 ആവും അല്ലേ? 2 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 - 1 11. നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 17. നമുക്ക് കിട്ടിയ വാല്യൂ ആയിട്ടുള്ള 17 ഇൻറ്റു എത്രയാ? ഇവിടെ ഒരു ഡിവിഷൻ സിമ്പിൾ ഇട്ട് കൊടുക്കുക. എത്ര കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്? 17 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ശിഷ്ടം എത്ര കിട്ടിയത്? 11. ഓക്കെ, അതിന് മേളിൽ എഴുതാം. ഇത്രയും ശതമാനമാണ് നമ്മുടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് കേട്ടോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മാത്സ് തീരെ അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരും കൂടെ നമ്മുടെ ഒപ്പം കയറി വരണം. അവർക്ക് കൂടെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ ചെറിയ കാര്യങ്ങൾ പോലും പറയുന്നത്. നിങ്ങൾ അറിയാമെന്നുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആൻസറിലോട്ട് എത്തിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എ റേഡിയോ പർച്ചേസ്ഡ് ഫോർ ₹490 ആൻഡ് സോൾഡ് ഫോർ ₹465.50 ഫൈൻഡ് ദ ലോസ് പെർസെൻറ്റേജ്. ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു റേഡിയോ 490 രൂപയ്ക്ക് വാങ്ങിയിട്ട് 465.50, അതായത് 465.5 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. എന്നാൽ നഷ്ടശതമാനം നിങ്ങൾ നോക്കിക്കേ. വാങ്ങിയ വില എത്രയാ? ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? വാങ്ങിയ വില എന്ന് പറയുന്നത് 490 രൂപയാണ് അല്ലേ? വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 465.50 അല്ലെങ്കിൽ 465.5 ആണ് നമ്മുടെ വിറ്റ വില എന്ന് പറയുന്നത്. നോക്കിക്കേ, 490 രൂപയ്ക്ക് വാങ്ങിയ സാധനം 465.5 വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? നഷ്ടമാണ്. അപ്പോൾ എത്ര രൂപ നഷ്ടമുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. 490 മൈനസ് 465.5. ഓക്കെ, ഇവിടെ പോയിന്റ് നമുക്കിവിടെ ഒരു പോയിന്റ് ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0 - 5 ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 0 ഇവിടെ നിന്ന് കടം എടുക്കണം അല്ലേ? അപ്പോൾ 0ൽ നിന്ന് കടം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 9ൽ നിന്ന് കടം എടുക്കുമ്പോൾ ഇവിടെ 10 ആയി. ആ 10ൽ നിന്ന് 1 കടം ഇട്ടു ഇപ്പുറത്തേക്ക് കടം എടുക്കുമ്പോൾ ഇവിടെ
ഇവിടെ 10 ഇവിടെ എന്തായി 9 ആയി. ഓക്കെ, 10 - 5 എത്ര കുട്ടികളെ 5. ഈ പോയിന്റ് അതുപോലെ ടീച്ചർ അവിടെ ഇട്ട് കൊടുത്തു. 9ൽ നിന്ന് 5 കുറച്ചേ, 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 4 വരുന്നത്. ഇവിടെ എന്താണ് കടം എടുത്തത് കൊണ്ട് ഇവിടെ 9ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 8 ആണ്. 8 - 6 എന്ന് പറയുന്നത് 8 - 6 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് 24.5 രൂപയാണ്. അപ്പോൾ നമ്മുടെ നഷ്ടം, ഇപ്പോൾ ലോസ് പെർസെൻറ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനം എന്ന് പറയുമ്പോൾ നഷ്ടമായിട്ടുള്ള 24.5 രൂപയും ഏതിനപേക്ഷിച്ച് നമ്മൾ വാങ്ങിയ വില എത്രയാണ് 490 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 24.5 രൂപ നഷ്ടമുണ്ടായി എങ്കിൽ 100ൽ എത്ര അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുട്ടികൾ നിങ്ങൾ വെട്ടി ചെയ്യാൻ നിൽക്കരുത്. ഒന്നുകിൽ ഈ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഗുണിതമായിരിക്കും മേളത്തെ സംഖ്യ, അല്ലെങ്കിൽ തിരിച്ചും വരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 490, ചെറിയ സംഖ്യ 24.5 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക, വെറുതെ ചെയ്ത് നോക്കുക. 24.5 നമ്മൾ ആ പോയിന്റ് മാറ്റിയിട്ട് ടീച്ചർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ 245, ഇവിടെ 0 അല്ലേ നമുക്ക് വരേണ്ടത്, ആണല്ലോ. അപ്പോൾ നമ്മളതൊന്ന് വെട്ടി ചെയ്ത് നോക്കാൻ പോവുകയാണേ. ഓക്കെ, ഇതിപ്പോൾ 490, ഈ 0യും ഇവിടെ നിന്ന് ഒരു 0 നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ 49, പിന്നെ 240, ഈ 24.5 ടീച്ചർ ആ പോയിന്റ് മാറ്റുന്നു. 49 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 49 × 5 ചെയ്ത് നോക്കാം. ചുമ്മാ വെറുതെ ചെയ്ത് നോക്കാം നിങ്ങൾ. 49 × 5, കാരണം ഇവിടെ 245ൻ്റെ എൻഡിൽ എന്താണ് 5 കിടക്കുന്നത് അല്ലേ. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചിലപ്പോൾ കിട്ടും. 9 × 5 എത്രയാണ് 45, 4 ബാലൻസ്, 4 × 20, 20 + 4 245 കിട്ടിയില്ലേ. അപ്പോൾ എത്ര കിട്ടി നമുക്ക് 245/49 എന്ന് പറയുന്നത് എത്ര കിട്ടി 5 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിലും എന്ത് വേണം, ആ ഒരു പോയിന്റ് വേണം. അപ്പോൾ 0.5 നമ്മുടെ ആൻസർ. ഇൻറ്റു എന്താണ് കുട്ടികളെ 10, 0.5 × 10, 5 × 10 എത്രയാണ് 50. 50ൽ നിന്ന് ഒരു പോയിന്റ് 5 × 10 എത്രയാണ് 50 അല്ലേ. 5 × 10 50. ഈ 50ൽ ഒരു ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു സ്ഥാനം മാറ്റി നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഡെസിമൽസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. നമ്മുടെ ആൻസർ എത്രയാണ് 5%. അപ്പോൾ 5% നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. ലോസ് പെർസെൻറ്റേജ് എത്രയാണ് 5%. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൽ CPയും SPയും അതായത് സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസും ഒക്കെ തന്നിട്ട് ഒന്നുകിൽ നമ്മൾ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിങ്ങനെ ചോദിക്കാതിരിക്കത്തില്ല, ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോസ് പെർസെൻറ്റേജും ഗെയിൻ പെർസെൻറ്റേജും, അതായത് ലാഭശതമാനവും അതുപോലെ തന്നെ നഷ്ടശതമാനവും നമുക്ക് തരും. അതായത് ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ്, ലാഭശതമാനമോ നഷ്ടശതമാനമോ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ട് വാങ്ങിയ വില എത്ര അല്ലെങ്കിൽ വിറ്റ വില എത്ര ഇങ്ങനെ ചോദിക്കും. ഇതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ മാൻ buys a cycle for rupees 1,400 and sells it at a loss of 15%. What is the selling price of the cycle? എന്താണ് 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിള് വിറ്റപ്പോൾ 15% നഷ്ടമുണ്ടായി എങ്കിൽ വിറ്റ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ, നിങ്ങളിവിടെ നോക്കിക്കേ കുട്ടികളെ, നമ്മളെപ്പോഴും നമ്മുടെ വാങ്ങിയ വിലയുണ്ടല്ലോ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 100 യൂണിറ്റ് ആയിട്ട് അങ്ങ് എടുക്കുക. എത്രയായിട്ട് എടുക്കുക 100 യൂണിറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 100 രൂപയായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, അങ്ങനെ എടുക്കുക, 100 യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഇനി എനിക്ക് 5% ലാഭം എന്ന് പറയുമ്പോഴത്തേക്കും, 5% ലാഭം എന്ന് പറയുമ്പോൾ എനിക്കറിയാം 5% ലാഭം എന്ന് പറയുമ്പോൾ എന്താ കുട്ടികളെ, ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എന്ത് കൂടെ വരുന്നുണ്ട്, ആ ലാഭം കൂടെ കയറി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്രയാ 100, ആ 100ൻ്റെ കൂടെ എത്ര കൂടെ വരും 5, അപ്പോൾ എത്ര യൂണിറ്റ് ആവും 105 യൂണിറ്റ് ആവും. മനസ്സിലായോ? 5% ലാഭം എന്ന് പറയുമ്പോൾ, ലാഭം എന്ന് പറയുന്നത് എപ്പോഴും കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ലാഭം കൂട്ടുക എന്നുള്ളതാണ്. കോസ്റ്റ് പ്രൈസ് എപ്പോഴും എത്ര യൂണിറ്റ് ആയിട്ട് എടുക്കുക 100 ആയിട്ട് എടുക്കുക. 100ൻ്റെ കൂടെ
പ്രോഫിറ്റ് ആണെങ്കിൽ അത് കൂട്ടുക. അപ്പോൾ എത്രയായി? 105 ആയി. ഇനി നോക്കിക്കേ, 5% നഷ്ടം എന്നിരിക്കട്ടെ. അപ്പോൾ 5% നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക്, നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസ്, അതായത് നമ്മുടെ വാങ്ങിയ വിലയിൽ നിന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നു? ഇടിവ് സംഭവിക്കുന്നു. മീൻസ് വാങ്ങിയ വിലയേക്കാളും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് -5 ആയിരിക്കും നമ്മുടെ വിറ്റ വില. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ 5% ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് CPയിൽ നിന്ന് 5 കുറയ്ക്കുക. അതായത് നമ്മുടെ വാങ്ങിയ വിലയിൽ നിന്ന് 5 രൂപ എനിക്ക് പുറകോട്ട് പോവാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100 - 5 അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ്? 95 യൂണിറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കെ. എപ്പോഴും വാങ്ങിയ വില എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആയിട്ടും, ഇനി പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 100ൻ്റെ കൂടെ ആഡ് ചെയ്യുകയും, നഷ്ടമാണെന്നുണ്ടെങ്കിലോ കുട്ടികളെ ആ 100ൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുക. നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക? ആ 100ൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ വിറ്റപ്പോൾ 15% നഷ്ടമുണ്ടായെങ്കിൽ വിറ്റ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ. അപ്പോൾ സൈക്കിൾ എത്ര രൂപയ്ക്ക് വാങ്ങി? 1400 രൂപ. അപ്പോൾ നമുക്കറിയാം അല്ലേ, 100 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മുടെ വാങ്ങിയ വില. അത് എത്രയാണ്? 1400 എന്ന് തന്നിട്ടുണ്ട്. 15%, അത് വിറ്റപ്പോൾ 15% നഷ്ടമുണ്ടായി. 15% നഷ്ടമുണ്ടായെങ്കിൽ വിറ്റ വില. അപ്പോൾ 15% നഷ്ടത്തോടെയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ 100ൽ നിന്ന് 15 കുറച്ചേ കുട്ടികൾ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 85 യൂണിറ്റ് എത്ര? ഈ എത്ര എന്ന് പറയുന്നതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇവിടെ കിടക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഇല്ലേ, ആ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത്, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമുക്ക് വിട്ടേറെ. ഈ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് ഈ 85നെ 1400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? 85 ഇൻറ്റു 1400 ചെയ്യുക, എന്നിട്ട് അതിനെ 100 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. കഴിഞ്ഞു, കാര്യം എന്തേ ഇവിടെ കഴിഞ്ഞു. ഈ 2 0യും ഈ 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 85 × 14 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ 85 × 14 ചെയ്തേ. നിങ്ങൾക്ക് വേദിക് മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ. വരുന്ന ക്ലാസ്സുകളിൽ ടീച്ചർ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ, സ്പീഡ് മാത്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 4 എത്രയാ? 20. 2 ശിഷ്ടം 8 4 32. 32 + 2 എത്രയാ? 34. 1 × 5 5, 1 × 8 8. അപ്പോൾ 0 4 5 9, 8 3 11. എത്ര കിട്ടി? 1190 രൂപ. ഇതാണ് നമ്മുടെ വിറ്റ വില. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 1400 രൂപയ്ക്ക് വാങ്ങിയ സാധനം 1190 രൂപയ്ക്ക് വിറ്റപ്പോഴാണ് കുട്ടികളെ എത്ര ശതമാനം നഷ്ടം ഉണ്ടായത്? 15% നഷ്ടം ഉണ്ടായത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് 4375. 4375 രൂപയ്ക്ക് ഒരു വസ്തു എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. If it is sold at a loss of 12.5%, what was the cost price? നമ്മൾ നേരത്തെ സെല്ലിംഗ് പ്രൈസ് ചെയ്തു, ഇവിടെ ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 12.5% നഷ്ടത്തിലാണ് വിറ്റതെങ്കിൽ വാങ്ങിയ വിലയാണ് ചോദിച്ചേക്കുന്നത്. വാങ്ങിയ വില അപ്പോൾ നമുക്കറിയാം എത്രയാണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അത് CP ആയിട്ട് അങ്ങ് എടുക്കുക. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 4375 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര ശതമാനം നഷ്ടം ഉണ്ടായി? 12.5%. 12.5% എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 12.5 കുറച്ച് 100ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 90, 90ൽ നിന്ന് ഒരു 2.5 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 87.5. അപ്പോൾ 87.5 എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 4375 രൂപ. 4375 രൂപ. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വിലയായിട്ടുള്ള CP ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ CP കണ്ടുപിടിക്കാൻ ഇതിനെ ഇതുകൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഈ സാധനം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CP = 100 × 4375 ഡിവൈഡഡ് ബൈ 87.5. ഓക്കെ,
അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ 87.5 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് വെട്ടി ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കിടക്കുന്ന വാല്യൂ ഇല്ലേ, ഈ ഒരു മൂല്യത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്തായാലും മൾട്ടിപ്പിളേ നിങ്ങൾക്ക് വരത്തുള്ളൂ, ഉറപ്പാണ്. മൾട്ടിപ്പിൾ ആയിരിക്കും മേളിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്താണ്, 5 അല്ലേ? അപ്പോൾ 5 ആകുമ്പോൾ എന്തായാലും ഇവിടെയും 875. അപ്പോൾ 875 ഇൻറ്റു 5 നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, നമുക്ക് നോക്കാം. അപ്പോൾ 875 ഇൻറ്റു 5 ചെയ്ത് നോക്കിക്കേ. 5 5 25, 2 ബാലൻസ് 7 5 35 പ്ലസ് 2 37 3 8 5 40 പ്ലസ് 3 43 കിട്ടിയില്ലേ? 4 3 7 5. എപ്പോഴാ 87.5 അല്ല, ഞാൻ 875 എടുത്തപ്പോഴത്തേക്കുവാണേ. അപ്പോൾ എനിക്ക് എത്ര കിട്ടി ഇവിടെ? 100 ഇൻറ്റു എത്ര കിട്ടി എനിക്കിവിടെ? ഇപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയതല്ലേ? ഡിവൈഡഡ് ബൈ കഴിഞ്ഞില്ല. ഇവിടെ എത്രയുണ്ട്? ഡിവൈഡഡ് ബൈ 0.5 ഉണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ 0.5 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.5, അതായത് ഞാൻ 800 നോക്കിക്കേ, ഇതിനെ 4375 ഡിവൈഡഡ് ബൈ 875 ഇൻറ്റു എന്താണ്? 0.5 എന്ന് പറയുമ്പോൾ ഒരു 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലേ എൻ്റെ മീനിങ്. അതായത് 875 ഇൻറ്റു 0.1 ആണ് എന്ത്? ഈ 887.5 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടിയപ്പോൾ എനിക്ക് മേളിൽ എത്ര കിട്ടി കുട്ടികളെ? 5 കിട്ടി അല്ലേ? ആണല്ലോ, 5 അല്ലേ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എത്ര കിട്ടും? 500. മേളിൽ പോകുമ്പോഴത്തേക്ക് മേളിൽ 100 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 500. 500 ഡിവൈഡഡ് ബൈ 0.1 ആണ്. 500 ഡിവൈഡഡ് ബൈ 0.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 എന്നാണ് കേട്ടോ. 0.1 എന്ന് വെച്ചാൽ 1/10. ഈ 1/10 ഈ 10 മേളി വരും. 10 മേളി വരും, നമ്മൾ ഫ്രാക്ഷനകത്ത് പഠിക്കുന്നതാണ്. 10 മേളി വരും. അപ്പോൾ 500 ഇൻറ്റു 10 ആകും. ആൻസർ എത്ര? 5000. എത്രയാ? 5000. ഓക്കെ, ഈ 0.1 നമുക്ക് എങ്ങനെ എഴുതാം? 1/10 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 1/10. അപ്പോൾ മേളിലൊരു ഫ്രാക്ഷൻ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇപ്പോൾ 1/a എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ? എക്സ് ഇൻറ്റു എ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയല്ലേ കുട്ടികൾ ഇവിടെ വന്നേക്കുന്നത്? 500 ഡിവൈഡഡ് ബൈ 1/10 എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 10. അപ്പോൾ 500 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാ? 5000. അപ്പോൾ ഇതിൻ്റെ വാങ്ങിയ വില എത്രയാ? 5000 രൂപ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ലാഭശതമാനമോ നഷ്ടശതമാനമോ തന്നിട്ട് വാങ്ങിയ വിലയോ വിറ്റ വിലയോ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഓർത്തിരുന്നാൽ മതി. എപ്പോഴും വാങ്ങിയ വില 100 യൂണിറ്റ് ആയിട്ട് എടുക്കുക. നഷ്ടമാണെങ്കിൽ കുറയ്ക്കുക 100-ൽ നിന്ന്, ലാഭമാണെങ്കിൽ കൂട്ടുക. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കുക. A person incurs a loss of 5% by selling a watch for ₹1140. At what price should the watch be sold to earn a profit of 5%? എന്നാൽ എന്ന് വെച്ചാൽ 1140 രൂപയ്ക്ക് ഒരാളൊരു വാച്ച് വിറ്റപ്പോൾ അയാൾക്ക് എത്ര ശതമാനം നഷ്ടമുണ്ടായി? 5% നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ 5% ലാഭം കിട്ടാനായിട്ട് അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതൊരു സ്റ്റാർ ക്വസ്റ്റ്യൻ. നോക്കി വെച്ചോ കുട്ടികളെ, പരീക്ഷയ്ക്ക് മിക്കവാറും വരാറുണ്ട്. നോക്കി വെച്ചോ ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് 1140 രൂപയ്ക്ക് ഒരു വാച്ച് വിറ്റപ്പോൾ 5% നഷ്ടമുണ്ടായി. അയാൾക്ക് 5% എന്ത് വേണം? ലാഭം വേണം. അപ്പോൾ 5% ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, എത്ര രൂപയ്ക്കാണ് വിറ്റത്? 1140 രൂപ. അപ്പോൾ എത്ര രൂപ അയാൾക്ക് നഷ്ടം ഉണ്ടായി? 5%. അപ്പോൾ 5% നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര യൂണിറ്റ് വരും? 100 ൽ 5 കുറയ്ക്കുക, അപ്പോൾ 95 യൂണിറ്റ് എന്ന് പറയുന്നത് 1140 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ 5% ലാഭം കിട്ടാൻ, 5% ലാഭം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 100ൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം കുട്ടികളെ? 5. അപ്പോൾ 105 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിത് എക്സ് ആയിട്ട് എടുക്കാം. ഇത് എക്സ് ആയിട്ട് ടീച്ചർ എടുക്കുകയാണെങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 105-നെ ഈ 1140 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 95 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെയ്തേ 105 ഇൻറ്റു 1140 ഡിവൈഡഡ് ബൈ 95. ഓക്കെ, ഇതങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? 1250
60 രൂപയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കണം? 1260 രൂപയ്ക്ക് അയാൾ വിൽക്കണം. വിറ്റാലേ നമുക്ക് ഈ ഒരു ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റത്തുള്ളേ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് ചെയ്തു തരട്ടെ. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? 105 ഇൻറ്റു 1140 ഡിവൈഡഡ് ബൈ എത്രയാ? 95. ഇപ്പോൾ 95 ഇൻറ്റു 2 ഒന്നും ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടത്തില്ല. 105 നമുക്ക് കിട്ടത്തില്ല. 95 ഇൻറ്റു 3 ചെയ്താലും ഈ ഒരു ആൻസർ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? വെട്ടി തന്നെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വെട്ടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? വെട്ടി ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, 5 നമുക്ക് വെട്ടാം. 5 വെട്ടുമ്പോഴത്തേക്കും ഇവിടെ ഒരു 5 5 ഒരു 5 5 ബാലൻസ് 4 ഉണ്ട്. 45 എന്ന് പറയുമ്പോഴത്തേക്ക് 9 തവണ 45. ഇവിടെ 2 5 10 1 21/19 ഇത്രയും കിട്ടിയല്ലേ. ഇനി നമ്മൾ വീണ്ടും ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി നോക്കിക്കേ, അപ്പോൾ 21 ഇൻറ്റു 1140 ഡിവൈഡഡ് ബൈ 19 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ 19 കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1140 ഡിവൈഡഡ് ബൈ 19. അപ്പോൾ ഇതങ്ങ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി 19 1140 എങ്ങനെ വെട്ടാൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, 19 1140 ഡിവൈഡഡ് ബൈ 19. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ലാസ്റ്റത്തെ നമ്പർ 0 വിട്ടേക്ക്, കാരണം 9ൻ്റെ മൾട്ടിപ്പിളിൽ എന്തില്ല? 0 ഇല്ല. അപ്പോൾ നമ്മൾ 4 എടുത്തേ. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിളിൽ എത്രാമത്തെ 4 വരുന്നത് നോക്കുക. 9 ഇൻറ്റു 6 നമുക്കറിയാം 54. അപ്പോൾ ചുമ്മാ ചെയ്ത് നോക്കാം. 19 ഇൻറ്റു 6 19 ഇൻറ്റു 6 9 6 54, 5 ബാലൻസ് 6 + 5 11 കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? വെട്ടുമ്പോൾ 19 ഒരു തവണ, 19 114 6 തവണയാണ് ആ 0 ടീച്ചർ അതുപോലെ എഴുതി. നമുക്ക് ഇവിടെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മേളിൽ 60 കിട്ടുന്നത്. ഇനി 60 ഇൻറ്റു 21 അത് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്തു തരാം. 60 ഇൻറ്റു 21. അപ്പോൾ ടീച്ചർ 21 ഇൻറ്റു 6 മാത്രമാണ് എടുക്കുന്നത്. ഒരു 6 6 2 6 12. അപ്പോൾ എക്സ്ട്രാ ഒരു 60ൻ്റെ 0 കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു 0 കൂടെ വരുമ്പോഴത്തേക്കും 1260 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ CP of 30 umbrellas is equal to the selling price of 24 umbrellas, then profit percentage is. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് 30 കുടകളുടെ വാങ്ങിയ വിലയും 24 കുടകളുടെ വിറ്റ വിലയും എന്താണ്? തുല്യമാണ് എങ്കിൽ ലാഭ ശതമാനം എത്ര? ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. ഇത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ദ CP of 30 umbrellas is equal to the selling price of 24 umbrellas. 30 കുടകളുടെ വാങ്ങിയ വിലയും 24 കുടകളുടെ വിറ്റ വിലയും തുല്യമാണെങ്കിൽ ലാഭ ശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ 30 കുടകളുടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ എത്രയാണ് കുട്ടികളെ? CP നമുക്കത് അറിയത്തില്ല, CP എന്ന് കൊടുത്തു. 24 കുടകളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, ഇവ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 30 × CP = 24 × SP. എങ്കിൽ ലാഭ ശതമാനം എത്ര? അപ്പോൾ നോക്കിക്കേ, ലാഭ ശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. നമുക്കറിയാം ലാഭ ശതമാനം, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എഴുതുന്നത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? CP വാങ്ങിയ വില ഇൻറ്റു 100. ഇതല്ലേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു CP എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ CP ഉണ്ട്, ഇവിടെ ഒരു SP ഉണ്ട്. അപ്പോൾ ടീച്ചർക്ക് SP / CP നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്? SP ഉണ്ട്, ഇവിടെ CP ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് SP / CP കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 30 = 24 × SP
ഈ സി പി ഉണ്ടല്ലോ അത് 30 ഇൻറ്റു സി പി ഈ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്താകും സി പി ആകും. നമുക്ക് വേണ്ട എസ് പി ബൈ സി പി ആണ്. അപ്പോൾ അവിടെ നിന്ന് എസ് പി ഡിവൈഡഡ് ബൈ സി പി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പുറത്ത് 30 കിടപ്പുണ്ട്. ഈ 20 ഇൻറ്റു എസ് പി ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്കും അത് ഡിവൈഡഡ് ബൈ 24 ആവും. നമുക്ക് വെട്ടാം. എത്ര വരും വെട്ടുമ്പോഴത്തേക്കും? 6 വെട്ടാം അല്ലേ? 6 30 5 തവണ 6 4 6 4 24 5/4. അപ്പോൾ എത്ര കിട്ടി? 5 ഡിവൈഡഡ് ബൈ 4 കിട്ടി. അപ്പോൾ എസ് പി ബൈ സി പി എത്ര കിട്ടി? എസ് പി സെല്ലിംഗ് പ്രൈസ് ബൈ സി പി നമുക്ക് എത്ര കിട്ടി? 5/4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എസ് പി ബൈ സി പി കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് വേണ്ട എന്താണ് കുട്ടികളെ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. നോക്കിക്കേ, ഇങ്ങനെ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ 4 സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ 5. നിങ്ങൾ നോക്കിക്കേ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 രൂപയെന്ന് ഇരിക്കട്ടെ, കോസ്റ്റ് പ്രൈസ് 4 രൂപയെന്ന് ഇരിക്കട്ടെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 രൂപയാണെങ്കിൽ എനിക്ക് എത്ര രൂപ ലാഭമുണ്ട്? 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് എത്ര രൂപ ലാഭമുണ്ട്? 1 രൂപ ലാഭം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഫിറ്റ് കിട്ടിയേ എത്ര കിട്ടി? 1 രൂപ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലാഭമായിട്ടുള്ള 1 രൂപ ഡിവൈഡഡ് ബൈ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്ര കുട്ടികളെ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4. എങ്കിൽ 100ൽ എത്ര കിട്ടും? 100/4 എത്രയാ? 25%. ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് പി ബൈ സി പി നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ ലാഭമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സി പിനെക്കാളും കൂടുതലായിരിക്കും എസ് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ലാഭം? അത് 1 രൂപ ലാഭം. അപ്പോൾ 1 അല്ലെങ്കിൽ 1 യൂണിറ്റ് ലാഭം. എന്തിൻ്റെ? 1 യൂണിറ്റ് ലാഭം എന്തിൽ നിന്ന്? അതായത് സി പി ഐ വെച്ച് നോക്കുമ്പോൾ, അതായത് 4 രൂപയ്ക്ക് വാങ്ങിയ സാധനം വിറ്റപ്പോൾ എനിക്ക് 1 രൂപ, 4 രൂപയ്ക്ക് വാങ്ങിയ സാധനം വിറ്റപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി? 1 രൂപയ്ക്ക് ലാഭം കിട്ടിയെങ്കിൽ 100 രൂപയ്ക്ക് എനിക്ക് എത്ര ലാഭം കിട്ടും? അതായത് അതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, 25%. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ. എളുപ്പമാണിത്, പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A man bought some apples at the rate of 16 for rupees 24 and sold them at the rate of 8 for rupees 18. What is the profit percentage? ഒരാൾ 24 രൂപയ്ക്ക് 16 ആപ്പിൾ വാങ്ങുന്നു. എത്ര രൂപയ്ക്ക് വാങ്ങുന്നു? 24 രൂപയ്ക്ക് 16 ആപ്പിൾ മേടിക്കുന്നു. എന്നിട്ട് അയാൾ 8 എണ്ണം 18 രൂപയ്ക്ക് എന്ന നിരക്കിൽ വിറ്റു. എങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലാഭശതമാനം എത്ര? അപ്പോൾ ഇത് ചെയ്യാനായിട്ടൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അയാൾ വാങ്ങിയ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. ക്വാണ്ടിറ്റി അയാൾ വാങ്ങിയത് എത്രയാ? 16 ആപ്പിൾ വാങ്ങി. 16 ആപ്പിൾ വാങ്ങി. എത്ര രൂപയ്ക്ക്? കോസ്റ്റ് പ്രൈസ് എത്രയാ? 16 ആപ്പിൾ 24 രൂപയ്ക്കാണ് വാങ്ങിയത്. എന്നിട്ട് അയാൾ 8 എണ്ണം എത്ര രൂപയ്ക്ക് വിറ്റു? 18 രൂപയ്ക്ക് എന്ന നിരക്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു അല്ലേ? 18 രൂപ എന്നുള്ള 18 രൂപ എന്ന നിരക്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ ഇത്ര എഴുതി വെക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ സി പി എന്ന് പറയുന്നത് സി പി ആണ്. ഇത് സി പി വാങ്ങിയ വിലയും ഇത് അയാൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള വിൽക്കുന്ന വിലയാണ്. ഇത്ര നിങ്ങൾക്ക് എഴുതി വെക്കാമല്ലോ. ക്വാണ്ടിറ്റിയും ആ സി പിയും എസ് പി എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ 8ന് 24 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 ഇൻറ്റു 24 ചെയ്യുക. 24 ഇൻറ്റു 8 നമുക്ക് ചെയ്യാം. 8 4 32, 3 ബാലൻസ് 8 2 16 3 19. എന്നിട്ട് അതിന് ഇവിടെ അങ്ങ് എഴുതി വെക്കുക 192. ഓക്കെ, എന്നിട്ട് ഈ 16നെ 18 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 16 ഇൻറ്റു 18, 16 ഇൻറ്റു 18 6 8 48, 4 ബാലൻസ് 8 4 12, 1 6 6, 1 1 8, 6 7 8, 288. എന്നിട്ട് ഇവിടെ അങ്ങ് എഴുതി വെക്കുക 288. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എഴുതിയല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് മാത്രമാണ്, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതല്ല. 192നെക്കാളും എത്ര അധികമാണ് ഇവിടെ വന്നേക്കുന്നത്? എത്ര കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 96 അധികം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ലാഭശതമാനം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 96 നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഡിഫറൻസ് എത്രയാ?
തൊണ്ണൂറ്റിയാറ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? ഈ ഒരു സി പിയുടെ അടുത്ത് കിടക്കുന്ന ചെറിയ സംഖ്യ അത് എടുക്കുക, 192 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി 50% ആണ് കേട്ടോ. 50% ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 96 ഒരു തവണ 96ൻ്റെ ഡബിളാണ് 192. ഈ 2ഉം 100ഉം വെട്ടുമ്പോഴത്തേക്കും നമുക്ക് 50 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്വാണ്ടിറ്റി എഴുതുക. അപ്പോൾ ക്വാണ്ടിറ്റി ആദ്യം 16 ആപ്പിൾ വാങ്ങി, എത്ര രൂപയ്ക്ക്? 24 രൂപയ്ക്ക്. എന്നിട്ട് 8 എണ്ണം 18 രൂപയ്ക്ക് എന്നുള്ള നിരക്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഈ 8നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക. 16നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക. ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്ത് 96 അതിന് ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അരുൺ സോൾഡ് 2 tables for ₹300 each. He got 20% profit on one and 20% loss in the other. Then loss percentage or gain percentage. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അരുൺ 2 മേശകളും 300 രൂപയ്ക്ക് എന്ത് ചെയ്തു? വിറ്റു. അതിൽ ഒരെണ്ണം വിറ്റപ്പോൾ അയാൾക്ക് 20% ലാഭവും രണ്ടാമത്തെ വിറ്റപ്പോൾ 20% നഷ്ടവും ഉണ്ടായി. എണ്ണലല്ല കേട്ടോ, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. എന്നാൽ നഷ്ടമാണോ ലാഭമാണോ? അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. അതായത് 2 സാധനങ്ങൾ ഒരേ വിലയ്ക്ക് വിറ്റപ്പോൾ ഒരേ ശതമാനം നഷ്ടവും ലാഭവും വന്നാൽ, അപ്പോൾ നമുക്ക് 2 സാധനങ്ങളുണ്ട്. ഈ 2 സാധനങ്ങളിൽ ആദ്യത്തേത് വിൽക്കുമ്പോൾ എനിക്ക് X% ലാഭവും രണ്ടാമത്തെ വിൽക്കുമ്പോൾ ഇത് പ്രോഫിറ്റും രണ്ടാമത്തെ വിൽക്കുമ്പോൾ X% നഷ്ടവുമാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടത്തിലും ആ മൊത്ത കച്ചവടത്തിൽ എന്തായിരിക്കും? എപ്പോഴും നഷ്ടമായിരിക്കും. എത്ര ശതമാനം? X²/100% എന്തായിരിക്കും? നഷ്ടമായിരിക്കും. എന്ന് പഠിച്ചു വെക്കുക. നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിക്കാം ഇതുപോലെ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര രൂപയ്ക്ക് വിറ്റു എന്നതിനേക്കാളും പ്രാധാന്യം നിങ്ങൾ നോക്കുക. എന്താണ് അത് നഷ്ടമായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നഷ്ട ശതമാനം എന്ന് പറയുന്നത് എത്രയാ? 20% ലാഭം 20% നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് 20 ഇൻറ്റു 20ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 100 20/100 ചെയ്യുമ്പോഴത്തേക്കും 5 അല്ലേ? 5 ഈ 20നെ 5 കൊണ്ട് വെട്ടുമ്പോൾ ഒരു 5 5 4 5 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4% നഷ്ടം. 4% നഷ്ടം ലോസ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പെറുക്കി എടുത്തിട്ടാണ് ടീച്ചർ പഠിപ്പിച്ച് തന്നേക്കുന്നത് കേട്ടോ. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ലാപ്പിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കാനായിട്ട് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണേ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. വെറുതെ കണ്ടുപോയിട്ട് ഒരു ഉപകാരവും ഇല്ല. ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.